നമസ്കാരം, എല്ലാവർക്കും ആമേസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന നല്ല ക്രിസ്പി ആയിട്ടും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി എങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. 240 ml കപ്പിൽ 1 കപ്പ് അത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയ്ക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പൊടി വെച്ചും ഉണ്ടാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഴംപൊരി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം തന്നെ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര മധുരം അധികം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്ത് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ജീരകം ചേർക്കുമ്പോൾ പഴംപൊരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ജീരകം ചേർത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ചിലർ ജീരകത്തിന് പകരമായിട്ട് എള്ള് ചേർത്ത് കൊടുക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് കൂടിപ്പോകണ്ട കേട്ടോ. കൂടിപ്പോയാൽ മഞ്ഞൾപ്പൊടിയുടെ കുത്ത് മുന്തി നിൽക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാ ചേരുവകളും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ പൊടികളെല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ മാവ് രൂപത്തിൽ തയ്യാറാക്കി എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവുണ്ടല്ലോ, അപ്പോൾ അതിനേക്കാളും കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്ന ഒരു പരുവം. ഒരുപാട് തിക്കാവാനും പാടില്ല, അതേപോലെ തന്നെ ഒരുപാട് ലൂസായി ഇരിക്കാനും പാടില്ല. നമ്മുടെ മാവ് എന്ന് പറയുന്നത് ഒരുപാട് ലൂസായിട്ട് ഇരുന്നാൽ നമ്മൾ പഴത്തിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടുമ്പോൾ പഴത്തിൽ നിന്ന് മാവ് വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ നമുക്കിത് കലക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ മാവ് നല്ല പോലെ മിക്സാക്കി നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോൾ ഒരു ടീസ്പൂൺ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതാ ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ നമുക്ക് മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് തിക്കും അല്ല, അതേപോലെ തന്നെ ഒരുപാട് ലൂസും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ ഈ ഒരു വലുപ്പത്തിലുള്ള പഴം ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമുക്ക് എത്ര തിക്നെസ്സിൽ വേണം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. പഴം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പഴം ഞാൻ 2ആയിട്ട് കട്ട് ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ പഴമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ, അത്ര തിക്നെസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു പഴം 3ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ദാ ഈ ഒരു പഴുപ്പിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചപ്പോൾ പഴത്തിൻ്റെ തോല് നല്ല കറുത്താണ് ഇരുന്നത്, പക്ഷേ ഉള്ളിൽ ആവശ്യത്തിനുള്ള പഴുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പഴുത്ത പഴമാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, വളരെ തളർന്ന് കിടക്കുന്ന പോലെ നമുക്ക് പഴംപൊരി തോന്നും. അതേപോലെ തന്നെ പഴുക്കാത്ത പഴമാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഓയിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ഓയിലൊക്കെ നല്ലപോലെ ഇപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഴം പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ പഴം ഇതേപോലെ മാവിൽ മുക്കിയിട്ട് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ചൂടിൽ വേണം കേട്ടോ ഓയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പഴമിട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2ആയിട്ട് കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ നമുക്ക് എല്ലാ പഴവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ട് ഇരിക്കുന്നത് കാരണം ശ്രദ്ധിക്കുക. അപ്പോൾ പഴമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് അനക്കി കൊടുക്കുക. അതല്ലെങ്കിൽ പഴങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് അനക്കി കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ല പോലെ ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചായക്കടയിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഈ പഴംപൊരി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ
ചായക്കടയിൽ മൈദയൊക്കെ വെച്ചിട്ടാണ് എല്ലാ ചായക്കടയിലും നമുക്ക് പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പം വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരി എല്ലാനും ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് നമ്മുടെ പഴംപൊരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കോരി എടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാനും ഇതേപോലെ ഇപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ വീർത്തും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാനും കോരിയെടുക്കാം. എന്നിട്ട് ബാക്കി എല്ലാ പഴങ്ങളും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എല്ലാ പഴവും ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചായക്കട സ്റ്റൈലിലുള്ള നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്